അല്ല ഇത്തരം കമന്റുകൾ വന്നപ്പം സംഖ്യ എന്ന് വിളിച്ച കമന്റുകൾ വന്നു. മോഡിജി എന്ന് പറയുന്ന സമയത്ത് തന്നെ TV പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്ത സമയത്ത് എനിക്ക് അവിടെ ഒരു ഓഡീഷൻ ഉണ്ടായിരുന്നു. അത് വന്ന ഒരു 2 ക്വസ്റ്റ്യനിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ അറിയുന്നത് ആ പ്രോഗ്രാമിൽ നിന്ന് തന്നെ റിജക്ട് ചെയ്തു എന്നാണ്. എൻ്റെ ഫാദർ ഒരു ആക്സിഡൻറ്റിൽ മരിക്കാണ്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആക്സിഡൻറ്റിൻ്റെ ട്രാജഡിയുടെ ഒരു പെരുമഴ എന്നായിരുന്നു എൻ്റെ ലൈഫിൽ. എവിടെയാണ് തകർച്ച സംഭവിച്ചത്? ഈ ഫേസിൻ്റെ ഫുള്ള് ആണ്. ഉപ്പ ഞാനും കൂടി ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്ന സമയത്താണ്. നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു സെലിബ്രിറ്റിയാണ്. അതോടൊപ്പം സെലിബ്രിറ്റികളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. മറ്റാരുമല്ല, ആയിഷ. എന്താണെന്ന് പറയാതെ തന്നെ ഫേസ് കാണുമ്പോൾ ആളുകൾക്ക് അറിയാലോ അല്ലേ? ഇല്ലേ? അതെ. എത്ര വർഷമായി ഈ ഫീൽഡിൽ? ഞാൻ 2016 മുതലാണ് ഈ ഫീൽഡിൽ വന്നിട്ടുള്ളത്, ഈ ഫാഷൻ ഫീൽഡിൽ വന്നിട്ടുള്ളത്. അതിന് മുന്നേ ഒരു പക്ക വീട്ടമ്മയായിരുന്നു. വീട്ടമ്മ എന്ന് പറയുമ്പോൾ വീട്ടമ്മ എന്ന് പറയുന്ന സമയത്ത് പക്ക ഓർത്തഡോക്സ് ഫാമിലിയിൽ, ഒരു റെപ്യൂട്ടഡ് മുസ്ലിം ഫാമിലിയിൽ ജനിച്ച് വളർന്നിട്ടുള്ള, വളരെ ഒതുങ്ങി പർദ്ദയുടെ ഉള്ളിൽ ജീവിച്ചിരുന്ന ഒരു പാവം മുസ്ലിം പെൺകുട്ടിയായിരുന്നു. പർദ്ദയ്ക്കുള്ളിൽ? അതെ അതെ അതെ. പർദ്ദ എന്നാണ് പൊട്ടിച്ചെറിഞ്ഞത്? പർദ്ദ പൊട്ടിച്ചെറിയ എന്നുള്ളതല്ല, അതെൻ്റെ ലൈഫിലുള്ള ഓരോ ഇൻസിഡൻസ് ആണ്. ഇന്ന് വന്ന, അല്ലെങ്കിൽ ഓരോ നമുക്ക് മൈൻഡിലൊരു ചാലഞ്ച് വരെയുള്ളൂ. ഒരു ടൈം വരുന്ന സമയത്ത് നമുക്കൊരു ടേണിംഗ് പോയിന്റ് വരും. അപ്പം ആ ഒരു വെളിപാടുണ്ടായി. ആ ഒരു സമയത്താണ് ഇപ്പോൾ ഇന്ന് നിൽക്കുന്ന ഈ ആയിഷയിലേക്ക് എത്തിയിട്ടുള്ളത്. ആയിഷ പറയുമ്പം പർദ്ദയ്ക്കുള്ളിൽ ജീവിച്ച ആയിഷ, ഇന്ന് കാണുന്ന ആയിഷ ജാതിയോ മതമോ ഒന്നും നോക്കാതെയുള്ള ജീവിതം എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതെ. താങ്കളുടെ വേഷത്തിൽ, അതെ അതെ അതെ, താങ്കളുടെ മേഖലയിലും ഫാഷൻ ഷോ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അതെ അതെ. സെലിബ്രിറ്റികളുടെ കൂടെ ഫാഷൻ ഡിസൈൻ ചെയ്യുന്നുണ്ട്, കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഓർത്തഡോക്സ് ആണ് അല്ലേ? കുടുംബം മൊത്തം ഓർത്തഡോക്സ് ആണ്. അവിടെ നിന്ന് പൊട്ടിച്ചെറിഞ്ഞു വരുമ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടായി കാണും ആയിഷയ്ക്ക്. അതെ അതെ. കാരണം ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ മക്കത്താണ്. അപ്പോൾ മക്കത്ത് ജനിച്ച് വളർന്നത് മാത്രമല്ല, ഒരു 10 ഹജ്ജ് ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചൈൽഡ്ഹുഡാണ്, കുഞ്ഞു കുട്ടിയായിരിക്കുന്നത്. ഹജ്ജ് ചെയ്ത ആയിഷ എന്ന് പറയുന്ന ഒരാളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നതിൻ്റെ ഉള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് തരുന്നത്. ഒരു പക്ഷെ ആ ഒരു ഹജ്ജിന്റെ പ്രതിഫലം എൻ്റെ പാരൻസിനായിരിക്കും കിട്ടിയിരിക്കുക. കാരണം ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ചെയ്ത ഹജ്ജാണല്ലോ. എൻ്റെ പാരൻസിന്റെ കൂടാണ്. എൻ്റെ ഉപ്പ ചെറിയ കുട്ടിയാകുമ്പോൾ പാരൻസിനാണ് അതിന്റെ കൂടെ. അതെ അതെ, അങ്ങനെയാണ് നമ്മളൊക്കെ പഠിക്കുന്നത്. അതെ. അപ്പോൾ എൻ്റെ ഉപ്പാക്ക് അവിടെ ആയിരുന്നു ജോബ്. എൻ്റെ ഉപ്പ എഞ്ചിനീയർ ആയിരുന്നു, ടെലഫോൺ എഞ്ചിനീയർ ആയിരുന്നു സൗദിയിൽ. അപ്പോൾ ആ സമയത്ത് അവിടെ ജനിച്ച് വളർന്ന് ഒരു 13-14 വയസ്സാവുന്ന സമയത്താണ് ഞാനിവിടെ നാട്ടിൽ സെറ്റിൽ ആവണത്. അപ്പോൾ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് നാട്ടിൽ വന്നു, സെറ്റിലായി. എൻ്റെ ഫാമിലിയിൽ തന്നെ എൻ്റെ എൽഡർ ബ്രദറിന് ഭയങ്കര ഒരു മെൻ്റൽ ഡിസീസ് വന്നു. അപ്പോൾ ആ ഒരു മെൻ്റൽ ഡിസീസ് ആ ഒരു പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ നാട്ടിൽ വന്നു, ഇവിടെ സെറ്റിലായി. അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇവിടെ നാട്ടിൽ സെറ്റിലായി. പിന്നെ അതിന് ശേഷം എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് എൻ്റെ ഫാദർ ഒരു ആക്സിഡൻറ്റിൽ മരിക്കാണ്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആക്സിഡൻറ്റിൻ്റെ ട്രാജഡിയുടെ ഒരു പെരുമഴ എന്നായിരുന്നു എൻ്റെ ലൈഫിൽ. ഉപ്പ മരിച്ച് പിന്നെ സ്വാഭാവികമാണല്ലോ, നമ്മുടെ മുസ്ലിം ഫാമിലിയിലൊക്കെ പ്രത്യേകിച്ചിട്ട് ഉപ്പ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പഠിപ്പിക്കണ്ട. 16 to 17 years ആയി, ഇനിയിപ്പോൾ പഠിപ്പിക്കണ്ട, എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിടാം. കാരണം ഉപ്പ മരിച്ചു, ഇനിയിപ്പോൾ ആരപ്പം നോക്കാനുള്ളത് കാര്യങ്ങളൊക്കെ. അപ്പം പിന്നെ എൻ്റെ പഠിപ്പ് അവിടെ വെച്ച് അവസാനിച്ചു. പെട്ടെന്ന് തന്നെ ഞാൻ ബാംഗ്ലൂർ ഫാഷൻ ഡിസൈനിങ് കോഴ്സിന് പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് എൻ്റെ കല്യാണം ഉറപ്പിക്കുന്നതും. 17ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുന്നു, 18ാമത്തെ വയസ്സിൽ ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നു. അങ്ങനെ അവിടെ നിന്ന് ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയി. ഈ വിവാഹം ചെയ്തതിന് ശേഷവും വിവാഹം ചെയ്ത കുടുംബം ഓർത്തഡോക്സ് കുടുംബമായിരുന്നു? അതെ, പക്ക ഓർത്തഡോക്സ് ഫാമിലിയിലേക്ക് തന്നെയാണ് കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഞങ്ങൾ തമ്മിൽ ഒരു 15 years ഡിഫറൻസ് ഉണ്ടായിരുന്നു, എൻ്റെ ഹസ്ബൻഡും ഞാനും തമ്മിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ കാലത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലേക്കാണ്
എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുള്ളത്. ഭയങ്കര മലപ്പുറത്ത് അറിയപ്പെടുന്ന വലിയൊരു ഫാമിലിയാണ്. അപ്പോൾ എന്നെ കല്യാണം കഴിപ്പിച്ചിട്ടുള്ള ആ വീടിന് തന്നെ അന്നത്തെ കാലത്ത് ആദ്യത്തെ വാർപ്പ് വീട് എന്നാണ് പറഞ്ഞിരുന്നത്. മലപ്പുറത്ത് ഫസ്റ്റ് വന്ന വാർപ്പ് വീട്ടിലായിട്ടുള്ള ഒരു മരുമോളായിട്ടാണ് ഞാൻ ചെന്നത്. അപ്പോൾ വാർപ്പ് വീട്ടിലെ മരുമോള് എന്നാണ് എന്നെ വിളിച്ചിരുന്നത്. പിന്നെ അവിടുത്തെ ലാംഗ്വേജ് ആക്ച്വലി എൻ്റെ തറവാട് ഗുരുവായൂരാണ്. അപ്പം അങ്ങോട്ടാണ് കല്യാണം കഴിപ്പിച്ചിട്ടുള്ളത്, ഈ പറഞ്ഞ മലപ്പുറം ഏരിയയിലേക്ക്. അപ്പം അവിടുത്തെ ലാംഗ്വേജും അവിടുത്തെ ഒരു സംസാരമൊക്കെ വേറെ ടൈപ്പ് ഓഫ് ഒരു ഇതാണ്. ഐ മീൻ വാർപ്പ് മേരയിലെ മരോള് അങ്ങനെയൊക്കെയാണ് എന്നെ വിളിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ലൈഫിൽ അങ്ങനെ ഓരോ ഇൻസിഡൻസ് ആയിരുന്നു ഈ വിവാഹവും അതിനുശേഷമുള്ള ലൈഫും എല്ലാം. അപ്പോൾ അത് എവിടെയാണ് തകർച്ച സംഭവിച്ചത്? തകർച്ച മീൻസ് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളത്. പെട്ടെന്നുള്ള ഉപ്പാടെ മരണം, ഉപ്പാനോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. ഞാൻ ഉപ്പാടെ ഏറ്റവും ചെറിയ മോളായിരുന്നു, ഒരു അനിയത്തിപ്രാവായിരുന്നു വീട്ടിൽ. അപ്പോൾ ഉപ്പാടെ പെട്ടെന്നുള്ള മരണം ഭയങ്കര ഒരു സിറ്റുവേഷനിൽ കൂടെ, ആ മരണം എനിക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്തൊരു ഇതായിരുന്നു. കാരണം മരിച്ചത് പോലും ഞാൻ അറിയുന്നത് ഞാൻ കാറിൽ ഇരിക്കുന്ന സമയത്ത്, ഐ മീൻ ഞങ്ങൾ ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഞാൻ കാറിൽ വരുന്ന സമയത്ത് എന്നോട് ആരും ഉപ്പം മരിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനത് അറിയുന്നത് ഇങ്ങനെ റോട്ടിൽ കൂടെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു പോകും, ഇന്നാലില്ലാഹി ഇന്നാഹിൽ റാജു. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്, മരിച്ചാൽ അത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു പോകും. ഇപ്പോഴും അങ്ങനെയാണോന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ കാറിൽ വായോ നമുക്ക് വീട്ടിൽ പോവാം, ഉപ്പാനെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് എന്നെ കാറിൽ കൊണ്ടുവരുന്നത്. എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? എന്നെ തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവരാണ്. ഉമ്മ ഉപ്പ ഞാനും കൂടി ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്ന സമയത്താണ് ആക്സിഡന്റ് ഉണ്ടാവുന്നത്. ഒരുമിച്ച് യാത്ര ചെയ്യുന്നത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എനിക്കൊന്നും പറ്റിയില്ല, ദൈവം എന്നെ വെറുതെ വിട്ടു. ഉമ്മ ക്രിട്ടിക്കൽ സ്റ്റേജിൽ മദർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഉമ്മയുടെ ഈ ഫേസിന്റെ ഫുള്ള് പാർട്ട് പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഐ മീൻ വണ്ടി ഇടിച്ചിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് കണ്ണ് മാത്രം അവിടെ നിൽക്കുന്നുള്ളൂ, ബാക്കി മൊത്തം പാട്ട് പോയി. എനിക്ക് ബ്രെയിന് പോലും കാണാൻ പറ്റാവുന്ന സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഉപ്പാനെ പെട്ടെന്ന് അവർ ആംബുലൻസിൽ കൊണ്ടുപോയി. അപ്പം ഇതൊക്കെ എൻ്റെ തിരിച്ചറിവ് വരുന്ന പ്രായത്തിലാണ് ആക്ച്വലി എനിക്ക് എൻ്റെ ലൈഫിൽ ഈ ട്രാജഡീസ് അടിക്കടി സംഭവിക്കുന്നത്. പിന്നെ അതിൻ്റെ മുന്നേ എൻ്റെ ബ്രദറിൻ്റെ അസുഖം എല്ലാം ഓൾറെഡി എനിക്കൊരു നമ്മൾ പറയില്ലേ, ഓൾറെഡി ഇങ്ങനെ ഒരു ട്രാജഡീസ് ഇതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വീട്ടിൽ ഉപ്പം മരിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ആക്സിഡന്റ് കഴിഞ്ഞ് ആ സമയത്ത് തന്നെ അവർ ഉപ്പാനെ മാറ്റി. അപ്പം ഞാൻ വിചാരിച്ചു ആൾക്ക് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇന്റേണൽ ബ്ലീഡിങ് ആയിരുന്നു. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു ഉമ്മാനെ ഹോസ്പിറ്റലാക്കി, ഉപ്പാനെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് കാണാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാറിൽ വരുന്ന സമയത്താണ് ഞാനിത് ഇങ്ങനെ റോട്ടിൽ കൂടെ ഇങ്ങനെ പറഞ്ഞു പോവാണ്, ഇന്നാലില്ലാഹി ഇന്നാഹിൽ റാജു, ഇന്ന ആള് മരിച്ചു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പോകുന്നത് ഞാൻ കേൾക്കുമ്പോൾ ഞാൻ കാറിൽ നിന്ന് ആ സമയത്ത് എടുത്ത് ചാടാൻ നോക്കി. കാരണം എനിക്ക് മനസ്സിലായി ഇനി അവിടുന്ന് അങ്ങോട്ട് ലൈഫിൽ ഇനി ഒന്നുമില്ല. കാരണം ഉപ്പ പോയി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും അവസാനിച്ചെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ കാറിൽ നിന്ന് എടുത്ത് ചാടിയാലോ എന്ന് വരെ ചിന്തിച്ചൊരു നിമിഷമായിരുന്നു. പിന്നെ അവരെല്ലാവരും കൂടെ പിടിച്ചു, വീട്ടിലെത്തിച്ചു. അത് കുറച്ച് സമയം എടുത്തു ഉപ്പ മരിച്ചെന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ. ഈ ഉപ്പ മരിച്ചതിന് ശേഷമാണ് വിവാഹം. ഉപ്പ മരിച്ച് അന്ന് മുതൽ തന്നെ കാർന്നോമാർ സംസാരം തുടങ്ങി. ഇപ്പം ഉപ്പ മരിച്ചു. ഒരു പെൺകുട്ടിയാണോ? അല്ല, 2 പെൺകുട്ടികളാണ്. ഞങ്ങൾ 2 പെൺകുട്ടികളാണ്, 3 ബ്രദേഴ്സാണ്. ബ്രദേഴ്സൊക്കെ ഓൾറെഡി സൗദിയിൽ സെറ്റിൽഡ് ആണ്. അപ്പോൾ 3ാമത്തെ ബ്രദറിന് അസുഖമാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഇനി കല്യാണ കാര്യങ്ങളൊക്കെ വരാൻ ബുദ്ധിമുട്ടാവും, നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിടാണ് നല്ലത്. കാരണം ഓൾറെഡി ഉപ്പ മരിച്ചു, ഉമ്മ ക്രിട്ടിക്കൽ സ്റ്റേജ് ഹോസ്പിറ്റലാണ്. പിന്നെ ബ്രദറ് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടല്ലോ, അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കാന്നുള്ള, ഈവൻ ഞാൻ പോലും അറിയുന്നില്ല ഒരു സൈഡിൽ കാർന്നോമാർ അങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും. പിന്നീട് ഒരു ദിവസം വരുന്നു, കാണുന്നു, പെണ്ണ് കാണുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്നു, കല്യാണം ഉറപ്പിക്കുന്നു. ഉപ്പ മരിച്ച ആ ഒരു ട്രോമയിൽ നിന്ന് ഞാൻ റിക്കവർ ആവുന്നതിന് മുന്നേ 4 മാസത്തിന്റെ ഉള്ളിൽ തന്നെ 4 മാസത്തിനുള്ളിൽ കല്യാണം നടത്തി. എൻ്റെ ഉമ്മ പോലും പങ്കെടുത്തിട്ടില്ല കല്യാണത്തിൽ. കാരണം ഉമ്മ നിർബന്ധിച്ചുള്ള കല്യാണമായിരുന്നു. നിർബന്ധിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ കാലഘട്ടത്തിലൊക്കെ സ്ത്രീകൾക്ക് വോയിസ് ഇല്ല. ഈവൻ ഇപ്പോഴും അങ്ങനത്തെ കല്യാണങ്ങൾ നടക്കുന്നുണ്ട്, എനിക്കറിയാം. കാരണം എൻ്റെ ഈ ഒരു സ്റ്റോറി ഞാൻ ജോഷ് ടോക്ക് വഴി പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് എനിക്ക് വന്നിട്ടുണ്ട്, ഒരുപാട്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഇപ്പോഴും ആർക്കും ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളത്. കാരണം എനിക്ക് വന്ന മെസ്സേജസ് വായിക്കുമ്പോൾ
ഭയങ്കര ഈ സിറ്റുവേഷനിൽ കടന്നു പോകുന്ന കുട്ടികളുണ്ട്. ഈവൻ 16 ഇയേഴ്സിൽ പ്രസവിച്ച് കുട്ടികളെ വളർത്തുന്ന ലേഡീസ്, അവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഇപ്പോഴും ഒരു മാറ്റം സമൂഹത്തിന് വന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിന് ഞാനൊരിക്കലും ഒരു പക്ഷേ അവർക്ക് എന്നെ ഇറക്കി വെച്ച് അവർക്കൊന്ന് സമാധാനത്തിൽ ഇരിക്കണം, കാരണവന്മാർക്കൊന്ന് സമാധാനിക്കണമല്ലോ. അമ്മാവന്മാരും അമ്മായിമ്മമാരൊക്കെ ആണല്ലോ അന്നത്തെ കാലത്ത് തീരുമാനങ്ങൾ എടുക്കുക. അതായിരിക്കാം. ആ ലൈഫ് എത്ര നാൾ നീണ്ടു നിന്നു? ആ ലൈഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം ഒരു മോനുണ്ടായി. ഓൾറെഡി ഞങ്ങൾ ഒരുപാട് ഏജ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു വലിയ വീട്ടിൽ മരുമകളായിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ആ വലിയ വീട്ടിലെ മരുമകൾ എന്ന് പറയുന്ന സമയത്ത്, പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഭയങ്കര കോടീശ്വരിയായിട്ടുള്ള ഒരു പെണ്ണ്. സത്യം പറഞ്ഞാൽ എൻ്റെ പേഴ്സിൽ ₹1 എടുക്കാണ്ടായിരുന്നില്ല. ഈവൻ ഇപ്പം എൻ്റെ മോന് ഓടി വന്നിട്ട് ക്രാക്ക് ജാക്ക് ബിസ്ക്കറ്റിന് ₹7 അപ്പം എൻ്റെ മോൻക്ക് ക്രാക്ക് ജാക്ക് ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ പറയും, എനിക്ക് ക്രാക്ക് ജാക്ക് ബിസ്ക്കറ്റ് മേടിച്ചു തരുമെന്ന് ചോദിക്കുമ്പോൾ അത് എടുക്കാനുള്ള ₹7 പോലും എൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് എൻ്റെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. മാത്രമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീൽഡായിരുന്നു ഫാഷൻ ഡിസൈനിങ്. അപ്പോൾ അത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ വെറും ഒരു വീട്ടിലെ ഒരു മരുമകൾ, ഒരു വലിയ വീട്ടിലെ ഒരു മരുമകൾ, അത്രേ ഉള്ളൂ. നല്ല വില കൂടിയ ഡ്രസ്സ്, നല്ല ആഭരണങ്ങൾ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 10-25 പവനൊക്കെ മേലുണ്ടാവും. അപ്പോൾ വലിയ റിച്ച് ഫാമിലിയിലുള്ള ഒരു മരുമകൾ. പക്ഷെ പേഴ്സിലൊന്നും ഉണ്ടായിരുന്നില്ല. ₹1 എടുക്കാനോ കുട്ടിക്കുള്ള സാധനങ്ങൾ വാങ്ങി കൊടുക്കാനോ ഒന്നും അങ്ങനത്തെ സിറ്റുവേഷൻ വരെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അല്ല, ഈ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന സമയത്താണ് അത് വാപ്പച്ചിയുടെ ഒക്കെ അനുവാദത്തോടെയാണ് പഠിക്കാൻ പോകുന്നത്, നമ്മുടെ ഇഷ്ടത്തിന് അല്ല പോകുന്നു. വാപ്പ പോയതോടുകൂടി ഇതെല്ലാം നിന്നു പോകുന്നുള്ള ഒരു ഭയമായിരുന്നു? ഇല്ല, എനിക്ക് ഉറപ്പായിരുന്നു ഒരിക്കലും. കാരണം ഞാൻ ബാംഗ്ലൂരായിരുന്നു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിക്കാൻ പോകുമ്പോഴും നമ്മൾ പർദ്ദയ്ക്കുള്ളിലാണോ? ഫാഷൻ ഡിസൈനിങ്ങിന്റെ കോഴ്സ്, കാരണം ഉപ്പ ഓൾറെഡി ഭയങ്കര ദീനിയായിട്ടുള്ള തബ്ലീഗുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്ഥാനത്തിലുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹം, ഞാൻ ഫുള്ളി കവേർഡ് ആയിട്ട് തന്നെയായിരുന്നു അന്നും പുറത്തൊക്കെ ഇറങ്ങിയിരുന്നത്. കണ്ണ് മാത്രം പുറത്താക്കി മുഖം മൂടിയിട്ട് ഒക്കെ ആയിരുന്നു. അന്ന് ഞാൻ ബാംഗ്ലൂർ കോഴ്സിന് ചേരുന്ന സമയത്ത് ആ ഒരു വേഷവിധാനമായിരുന്നു. അതെ. ബട്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഫാഷൻ ഫീൽഡിൽ എത്തണം, എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ അന്ന് ആ കോഴ്സിന് ചേർന്നത്. പക്ഷെ അതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. വിവാഹം ചെയ്യുമ്പോഴും ഇതേ രീതിയിൽ തന്നെയായിരുന്നു? വിവാഹം ചെയ്യുമ്പോൾ നമ്മുടെ മലപ്പുറത്തുള്ള ആ ഒരു സ്റ്റൈൽ ഓഫ് ഡ്രസ്സിംഗ് ആയിരുന്നു. നമ്മൾ നോർമലി മഫ്ത ഇടുന്നു, ചുരിദാറൊക്കെ ഇടുന്നു. പിന്നീട് എന്തുകൊണ്ടാണ് ഇതൊന്നും എനിക്ക് ചേർന്നതല്ല, എനിക്ക് വയ്യ, ഇതിൽ നിന്നും മാറണം എന്ന് ചിന്തിക്കാനുള്ള കാരണം? അതിൻ്റെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ നമ്മുടെ ആകാശദൂതിലെ മുരളിച്ചേട്ടൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ഒരു ക്യാരക്ടറും എൻ്റെ ഹസ്ബൻഡും റിലേറ്റഡ് ആണ്. കാരണം വെച്ചാൽ ആൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആൾ ആ വീട്ടിൽ ഏകദേശം 3 ഏക്കർ സ്വത്ത് NH-47 ആളുടെ പേരിൽ അന്നത്തെ കാലത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ആൾക്ക് വെച്ചാൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഒരുപാട് ഭൂമി, ഒരുപാട് സ്വത്തുക്കളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഫ്രണ്ട്സിന്, വലിയ വീട്ടിലുള്ള ആൾക്കാർക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ലൈഫ് അടിച്ച് പൊളിക്കാൻ പറ്റും, ഒരു വലിയ വീട്ടിലെ മോനായിട്ട് നടന്നു കഴിഞ്ഞാൽ. അപ്പോൾ ആൾക്ക് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാ ദിവസവും വന്നിട്ട് എൻ്റെ അടുത്ത് പറയും, ഞാൻ ഇനി ഇങ്ങനൊന്നും ചെയ്യില്ല, ഞാൻ ഇനി ഇങ്ങനെ കുടിക്കില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോവില്ല, ഇനി നീയും മക്കളും മാത്രമേ എൻ്റെ ലൈഫിൽ ഉണ്ടാവുള്ളൂ. അതെല്ലാ ദിവസവും രാത്രി എന്നോട് അവർ പ്ലഡ്ജ് മൂപ്പര് പറയും, ഞാൻ ഇനി അങ്ങനൊന്നും ചെയ്യില്ല. പക്ഷെ രാവിലെ എണീക്കും, വീണ്ടും ഫ്രണ്ട്സ് വിളിക്കും, അവരുടെ കൂടെ പോവും, അടിച്ചു പൊളിക്കും, അങ്ങനെ തിരിച്ചു വരും. അതായിരിക്കാം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അത്രയധികം മോശപ്പെട്ട് വളരെ നേരത്തെ തന്നെ അദ്ദേഹം മരിക്കാനിടയിൽ വന്നത്. മരിച്ചു. അതും എൻ്റെ ഒരുപാട് ചെറിയ പ്രായത്തിലാണ്. ഞാൻ അദ്ദേഹം ഏകദേശം ഒരു 10 വർഷമാണ് ഒരുമിച്ച് ജീവിച്ചത്. 10 വർഷത്തിന് ശേഷം അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന് മരണശേഷം ആ കുടുംബത്തിൽ തന്നെയായിരുന്നു, പിന്നീട് മാറുകയാണ് ചെയ്തത്? മരണശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ട്രോമ സ്റ്റേജ്, അത് ഇസ്ലാമിക് ലോ പ്രകാരം ഞാനത് പഠിക്കാൻ നോക്കി. കാരണം ഞാൻ അനുഭവിച്ചൊരു സിറ്റുവേഷനാണ്. പക്ഷെ ഇസ്ലാമിക് ലോ പ്രകാരം ഇദ്ദ എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ട്. ഒരു സ്ത്രീയുടെ ഹസ്ബൻഡ് മരിക്കുന്ന സമയത്ത് ഒരു വിധവയായി കഴിഞ്ഞാൽ അനുഭവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ട്. ഒരു 3 to 4 months ആണ് ആ ഒരു ടൈം ഓഫ് പീരീഡ്. അപ്പൊ ആ ഒരു പീരീഡിൽ
ഞാൻ അനുഭവിച്ച ആ ഒരു ട്രോമ ഇനി മരിക്കുന്നതിനുള്ളിൽ അനുഭവിക്കരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം നല്ല ഡ്രസ്സിട്ട് കണ്ണെഴുതി ഭംഗിയിൽ നടക്കുന്ന ഒരു ഞാൻ ഉണ്ടായിരുന്നു. ഐ മീൻ, അപ്പം ആ ഞാൻ ഒരു സുപ്രഭാതത്തിൽ എന്നെ റൂമിൽ കൊണ്ടുവന്ന് എൻ്റെ ആടയാഭരണങ്ങൾ അഴിച്ച് എൻ്റെ കോസ്റ്റ്യൂം മാറ്റി എനിക്കൊരു വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഒരു വെള്ള മറയിൽ എന്നോട് ഇരിക്കാൻ പറയാണ്. അപ്പോൾ ഓൾറെഡി ഇത്രയും അനുഭവിച്ച് വന്ന ഞാൻ, എനിക്കൊരു മോനും മോളും ഉണ്ട് ആ സമയത്ത്. അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ പ്രശ്നങ്ങളാണ് ലൈഫിൽ. പെട്ടെന്നാണ് നമ്മൾ വിധവയായി എന്നുള്ളത്. കാരണം അറ്റാക്ക് ആയിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ഓൾറെഡി ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു സ്മോക്കിംഗ് നിർത്തണം, ഇതൊക്കെ നിർത്തണം. കാരണം ചെയിൻ സ്മോക്കിംഗ് ആയിരുന്നു. അപ്പം നമുക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നിർത്തണം എന്ന് അദ്ദേഹത്തിനോട് എപ്പോഴും ഡോക്ടേഴ്സ് വോൺ ചെയ്തിരുന്നു. അപ്പോൾ ഏത് സമയത്തും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എന്തെങ്കിലും സംഭവിക്കും. കാരണം ആൾ ഓൾറെഡി ഭയങ്കരമായിട്ട് ഹെൽത്തി വയ്യാതെ ആയിട്ടുണ്ടായിരുന്നു ഒരു ലാസ്റ്റ് സമയമായപ്പോൾ. അപ്പോൾ ഞാനെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ടൈമായിരുന്നു. എന്തും സംഭവിക്കും ലൈഫിൽ എന്നുള്ളൊരു ഇതുണ്ട്. കാരണം രാത്രി ഉറങ്ങുന്ന സമയത്ത് ഞങ്ങൾ 4 പേര് ഉറങ്ങുമ്പോൾ രാവിലെ ആരാ ഉണ്ടാവുക എന്നുള്ളൊരു സംശയത്തിലാണ് എല്ലാ ദിവസവും രാത്രി ഉറങ്ങിയിരുന്നത്. ഒരു ദിവസം രാത്രിയാണ് അദ്ദേഹത്തിന് ചെസ്റ്റ് പെയിൻ വരുന്നതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ ഞെട്ടലുണ്ടായില്ല. ഞെട്ടലില്ലാതിരിക്കാൻ കാരണം എനിക്ക് ഓൾറെഡി ആള് ഇങ്ങനെ ബ്ലഡൊക്കെ വോമിറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ അടുത്ത് തന്നെ സംഭവിക്കുമായിരിക്കും എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് ഈ ഒരു അവസ്ഥ കഴിഞ്ഞ് പിന്നെ എന്നെ കൊണ്ടുപോയി ഇരുത്തുന്നത് ഇങ്ങനെ ഒരു റൂമിലാണ്. ഈ റൂമിലിരിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു, ഞാൻ ചെയ്ത തെറ്റെന്താ? എന്നെ റൂമിൽ കൊണ്ടുപോയി ഇരുത്താണ്. എൻ്റെ എല്ലാ ഡ്രസ്സുകളും മാറ്റി. അന്ന് ഐ തിങ്ക് 29 ആയിരുന്നു എൻ്റെ ഏജ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കില. അപ്പോൾ ഈ ഒരു ഏജിൽ എന്നെ റൂമിൽ കൊണ്ടുപോയി ഇരുത്തി അവിടെ ഇരുന്ന് 3 നേരം എനിക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരും ആ മറയുടെ ഉള്ളിൽ. അന്യപുരുഷന്മാരെ കാണാൻ പാടില്ല. അത് ഇസ്ലാമിക നിയമമാണല്ലോ. അത് ഇസ്ലാമിക് ലോ. ഇപ്പൊ ഐ മീൻ നിയമം ഖുർആനിൽ വരെ പറയുന്നുണ്ടെന്നാണ് ഒരുപാട് ഞാനത് നോക്കിയ സമയത്ത് ഈവൻ പറയുന്നത് എന്താന്ന് വെച്ചാല് ആ ഒരു ടൈം ഓഫ് അത്രയും കാലം നമ്മൾ ഗർഭിണി ആവുന്നുണ്ടോ ഇല്ലേ, ഐ മീൻ ഇനി നെക്സ്റ്റ് റീമാരേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗർഭിണി ആവുന്നുണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടാണ്, അത് നമ്മുടെ മെനുസ്ട്രേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇദ്ദ ഇരിക്കാൻ പറയുന്നത് എന്നാണ് ഞാൻ ഒരുപാട് നോക്കി. ഇപ്പൊ നമ്മൾ സൗദിയിലൊക്കെ ഇപ്പോ ഭയങ്കര വ്യത്യാസം വന്നല്ലോ. ഇപ്പൊ നമ്മുടെ നാട്ടിലത്തെ ആചാരങ്ങളല്ലല്ലോ സൗദിയിൽ നടക്കുന്നത്. സൗദിയിൽ ഇപ്പോൾ സ്ത്രീകൾ കാർ ഓടിക്കുന്നു, തലയിൽ തട്ടിടുന്നില്ല, ഭയങ്കര സൂപ്പർ വുമൺ ആയിട്ടാണ് അവിടെയുള്ള സ്ത്രീകൾ നടക്കുന്നത്. അപ്പോൾ സത്യത്തിൽ പുറത്തിറങ്ങിയാൽ അതിൽ തെറ്റൊന്നുമില്ല. ആ ഒരു ഇദ്ദ കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ ഞാൻ താമസിക്കുന്ന ആ റൂറൽ ഏരിയ, ആ ഒരു മലപ്പുറം ഏരിയ, അവിടെയുള്ള ഒരു കസ്റ്റമായിരിക്കാം ഇങ്ങനെ. അവിടെയുള്ള കസ്റ്റമല്ല ഇത് നടക്കുന്നുണ്ട്, ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഞാനത് അന്വേഷിച്ചപ്പോൾ ഇസ്ലാമിക് ലോല അങ്ങനെ ഒരു സ്ത്രീയുടെ അടുത്ത് 3 മാസം അടച്ചു പൂട്ടിയിരിക്കാനൊന്നും പറയുന്നില്ല. വെള്ള ഡ്രസ് ഇട്ട് അടച്ചു പൂട്ടി അങ്ങനെയൊന്നും ഇരിക്കുന്നില്ല എൻ്റെ അറിവില്. അതിൽ നമ്മുടെ നാട്ടിലും മറവ് ഇരിക്കുക എന്ന് പറയുന്നു. അവിടെ അന്യപുരുഷന്മാരെ ബാക്കിയുള്ള വീട്ടിലെ ആളുകളെ കാണാം, എല്ലാവരുമായിട്ട് കാണാൻ സംസാരിക്കാം എന്നാണ് എൻ്റെ ഒരു അറിവിൽ, എൻ്റെ ഒരു ചെറിയൊരു അറിവിൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഐഷ പറയുന്നില്ല, അടച്ചിട്ട റൂമിൽ ആരുമില്ലാതെ അടച്ചിട്ട റൂമിൽ ബന്ധുക്കാർ പോലും കാണാനില്ല. ബന്ധുക്കൾ വരുന്നതായിരുന്നു എനിക്ക് ഏറ്റവും ഇറിറ്റേഷനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിരുന്നത്. ചിലപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുള്ള ഒരു ലൈഫിലാണ് ഇത് സംഭവിച്ചത്. പക്ഷേ ഞാനത് അവിടെ എനിക്ക് ഇരിക്കാൻ പറ്റുമായിരുന്നു. കാരണം ആ ഓർമ്മകൾ ഇതെന്ന് പറയുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ ലൈഫിൽ നമുക്ക് ഹാപ്പിനെസ് മൂഡൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഒന്നുകൂടി നമ്മൾ ഡൗൺ ആവാണ് ചെയ്യുക. പിന്നെ എന്താ വെച്ചാൽ രാവിലെ ആൾക്കാർ വരും, ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു കഷ്ടം വെച്ചിട്ട് നമ്മൾ നോക്കിയിരിക്കും. ഫസ്റ്റ് നമ്മുടെ ഇപ്പം ഞാനിപ്പോൾ ഈ കട്ടലിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം ഇവരിങ്ങനെ വന്നിട്ട് നമ്മുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ കഷ്ടം വെച്ചിട്ട് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ തന്നെ നമ്മൾ സ്നേഹമുള്ളവരല്ലേ. പക്ഷെ ആ ഒരു സഹതാപത്തിന്റെ നോട്ടുണ്ടല്ലോ, സഹതാപം വേണ്ട, എന്തിനാ എന്നെ സഹതപിച്ച് നോക്കുന്നത്? ഞാന് അയ്യോ കഷ്ടം, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പിന്നെ ആ ഒരു ടോണ്, മലപ്പുറം ടോൺ എന്ന് പറയുന്ന സമയത്തും ഇജ്ജിഞ്ഞി ഇവിടെ ഇരുന്നോ, ഇജ്ജിഞ്ഞി ഇവിടെ ഇരിക്കുക,
ഇനിയുള്ള കാലത്ത് ഇജ്ജ് ഇവിടെ ഇരിക്കുക, സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ ആളുണ്ട്, ഈ 2 കുട്ടികളെ നോക്കിയിട്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരിക്കുക, ഇതാണ് ഞാൻ എൻ്റെ ജീവിതം ഇന്ന് നമ്മളെ മുഖത്ത് നോക്കിയിട്ട് ആ ഒരു സ്ലാങ്ങിലാണ്, മലപ്പുറം സ്ലാങ്ങിലാണ് നമ്മളോട് പറയുന്നത്. അല്ലാണ്ട് അവിടെ ആരും എൻ്റെ അടുത്ത് ഇനി പുറത്തേക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ ഇനി നമുക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്, ഇവിടെ ലൈഫ് അവസാനിക്കുന്നില്ല, നിന്റെ ലൈഫ് ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല, നിനക്ക് ഇനി ലൈഫിൽ ഒരുപാട് മുന്നോട്ട് പോകാനുണ്ടെന്ന് ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അവിടെ വരുന്ന ഓരോരുത്തരും എൻ്റെ അടുത്ത് പറയുന്നു, കഴിഞ്ഞു, ഇനി നീ ഇവിടെ ഇരിക്കുക, നിന്റെ 2 മക്കളെ നോക്കി നീ അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരിക്കുക. ഇനിയിപ്പോൾ കുട്ടികൾ, അന്ന് എൻ്റെ മോള് 2ാം ക്ലാസ്സിലും മോന് 7ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവർ വലുതാവട്ടെ, അവർ വലുതായിട്ട് ബാക്കി, അതുവരെ എല്ലാവരും കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, സ്കൂൾ ഉണ്ടായിരുന്നു, അതൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രോപ്പർട്ടീസാണ്, അതൊക്കെ നോക്കാൻ ആളുണ്ട്, നീ അതിലേക്കൊന്നും ഇടപെടണ്ട, നീ ഇവിടെ ഇരിക്കുക. അപ്പോൾ ഇനിയുള്ള കാലം ഇവിടെ ഇരിക്കുക, അതാണ് എന്നുള്ള ആ ഒരു ഇത് എനിക്കറിയില്ലക്ക. ഹൈദർജി, ഞാൻ പറയാണ്, ആ സമയത്ത് ഇത്ര അനുഭവിച്ച ഒരു സ്ത്രീക്ക് നമ്മുടെ മുഖത്ത് നോക്കി ഇത്രയും സിമ്പതി മൈൻഡിൽ നോക്കിയിട്ട് അങ്ങനെ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ റിവഞ്ചാ വന്നത്. അല്ല, സിമ്പതി എന്ന് ഞാൻ ഉദ്ദേശിച്ചതും ഒരു സഹതാപം കൊണ്ടാ പറഞ്ഞു. ഇപ്പം പറഞ്ഞ പോയിന്റുകൾ, നീ ഇവിടെ ഇരുന്നോളുക, ഇതൊക്കെ നോക്കി നടക്കാൻ ആളുണ്ട്, നീ ഇവിടെ തന്നെ കഴിഞ്ഞോളാം, ഈ അടുക്കളയ്ക്കുള്ളിൽ കഴിഞ്ഞോളാം എന്നൊരു വാക്കായിട്ടാണ് ഇപ്പം എനിക്ക് തോന്നിയത്. അതാണ് ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നത്. ഈ മക്കളെ നോക്കി നീ ഇനി ഇവിടെ ഇരിക്കുക, ഇനിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ ആൾക്കാർ, ബിസിനസ് ഉണ്ട്, അതൊക്കെ നോക്കാൻ എല്ലാവരും ഉണ്ട്, നീ ഇനി ഇവിടെ ഇരിക്കുക. അപ്പൊ നമ്മുടെ ആ ഒരു മൈൻഡില് ഫസ്റ്റ് തന്നെ നമ്മളെ മുന്നിൽ വന്ന് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ എനിക്ക് രാവിലെ ഞാൻ പകലാവരുത്, ആ 3 മാസത്തിൽ ഞാൻ ചിന്തിച്ചത് പകലാവണ്ട, പകലായി കഴിയുമ്പോഴാണല്ലോ വിസിറ്റേഴ്സ് വരുന്നത്, പിന്നെ ഇവര് നമ്മളെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുന്നത്, പിന്നെ അദ്ദേഹത്തിനെ പറ്റി സംസാരിക്കുന്നത്, എന്നെ പറ്റി സംസാരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മളെ മുന്നിൽ, നമ്മൾക്ക് ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ, പിന്നെ നമുക്ക് 3 നേരം ഫുഡ് കൊണ്ടുവന്ന് തരുന്നു, നമ്മളത് കഴിക്കുന്നു. അപ്പം ആ സമയത്താണ് ഞാൻ ചിന്തിച്ചത്, ഞാൻ ഒരിക്കലും അടച്ചു പൂട്ടി ഒരു അടിമയായി ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇവിടുന്ന് എനിക്ക് രക്ഷപ്പെടണം. അത് ആ ഒരു ടൈം ഓഫ് പീരീഡിൽ ഞാൻ ചിന്തിച്ചെടുത്ത തീരുമാനമായിരുന്നു. എന്തുകൊണ്ട് ഞാൻ ഇനി പർദ്ദക്കുള്ളിൽ അല്ലെങ്കിൽ ഈ റൂമിനുള്ളിൽ എൻ്റെ മക്കളെ നോക്കി പുറം ലോകവുമായി ബന്ധമില്ലാതെ ജീവിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. ഈ വിമർശനങ്ങൾ കൂടുതൽ വരുമ്പോൾ എന്താ ചെയ്യുന്നത്? അതാ ഞാൻ പറഞ്ഞത്, ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ മുന്നൊക്കെ വിമർശനം, ഇപ്പൊ ഇങ്ങനെ കളിയാക്കുമ്പോഴൊക്കെ എനിക്ക് വിഷമം വന്നിട്ടാണല്ലോ ഞാൻ ബാഗ് തോളിലൊക്കെ ഇട്ടിരുന്നത്. പക്ഷെ ചിലതിനെ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കാറുണ്ട്. ഇപ്പൊ സപ്പോസ് എനിക്ക് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോഡിജീനെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റിൽ കാണുന്നത്, ഞാനൊരു മോഡി ഫാനാണ്. തൃശ്ശൂർ ക്ഷണം ഉണ്ടായിരുന്നല്ലോ. അതെ, അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ അന്ന് അവിടെ വനിതാ സമ്മേളനം നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു. അപ്പോൾ ഫാഷൻ ഫീൽഡിൽ നിന്ന് എനിക്ക് സെലക്ഷൻ കിട്ടി. ഫാഷൻ ഫീൽഡിൽ നിന്ന് എനിക്കൊരു VIP പാസ്, മോഡിനെ കാണാനുള്ള ഒരു VIP പാസ് കിട്ടി. അപ്പോൾ വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതാണ്. അതായത് ഞാൻ ചെറുപ്പം മുതൽ കാണുന്ന ഒരുപാട് പ്രൈം മിനിസ്റ്റേഴ്സ് വന്നു പോയിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആസ് എ ഫാഷൻ ഡിസൈനർ അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂം സെൻസ്, അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു പേഴ്സണാലിറ്റി കാണുമ്പോൾ തന്നെ ഒരു ഗാംഭീര്യം, അതായിരിക്കാം എനിക്ക് ഭയങ്കര ഒരു മെൻ്റലി ഒരു പൊളിറ്റിക്സുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ എവിടെയെങ്കിലും ഇങ്ങനെ പറയും, മോഡി എന്ത് രസമല്ലേ കാണാൻ, അല്ലെങ്കിൽ മോഡിജി എന്ന് പറയുന്ന സമയത്ത് തന്നെ സംഗിണി, നീ സംഖ്യയാണില്ലേ, ആ ഒരു ഇതെൻ്റെ അടുത്ത് പലരും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആഗ്രഹം ഞാൻ ഉള്ളിൽ കൊണ്ടടക്കായിരുന്നു. എനിക്ക് പറയാൻ പേടിയായിരുന്നു, അങ്ങനെ പറഞ്ഞ് ഇപ്പം സംഖ്യ എന്നുള്ളതൊക്കെ പറയില്ലേ, എന്തിനാ അത്. എന്നിട്ട് ഞാൻ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇപ്പം ഈ അടുത്ത് ഇങ്ങനെ അദ്ദേഹം തൃശ്ശൂർ വരുന്നുണ്ട്, അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ ഒരു VIP പാസ് കിട്ടി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ VIP പാസ് എടുത്തു, ഇങ്ങനെ പോസ്റ്റ് ചെയ്തു, ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഞാൻ പിക്ക് ഇട്ടു. അതിൻ്റെ ഇടയിൽ ആങ്ങളാർ കുറേ പേര് വന്നു, നല്ല നല്ല കമൻസ് ഒക്കെ പറഞ്ഞു, എല്ലാം നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് എടുത്തു. കുറച്ച് കഴിഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്തു പോസ്റ്റ്. കിട്ടി, അതെ, സഹിക്കാൻ പറ്റുന്നില്ല നമുക്ക്. അതിന് മാത്രം നമുക്ക് ഞാൻ അവിടെ ചെന്നു. അപ്പോൾ VIP പാസ് കിട്ടി, അദ്ദേഹത്തിനെ കാണാനുള്ള ആഗ്രഹത്തിൽ ചെന്നു. സത്യം പറഞ്ഞാൽ ഈ കമന്റ്സ് കണ്ടപ്പോൾ ഞാൻ തളർന്നു പോയി. പക്ഷെ അദ്ദേഹത്തിനെ കാണണം, എന്തെങ്കിലും അദ്ദേഹത്തിനെ കാണണം. കഴിഞ്ഞ പ്രാവശ്യം പറ്റിയില്ല, പക്ഷെ അതിനുള്ള ശ്രമങ്ങൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അയോധ്യയുടെ ചിത്രം വരച്ചിട്ടുള്ള ഒരു ഷോള് ക്രിയേറ്റ് ചെയ്ത് അതിനുള്ള ശ്രമങ്ങൾ ഞാൻ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഗിഫ്റ്റായി കൊടുക്കാനുള്ള
ആ ഒരു ശ്രമങ്ങൾ അല്ല നടന്നുകൊണ്ടിരിക്കും. നമുക്ക് അങ്ങനെ ഒരു കമന്റ് വരുമ്പോൾ നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് പോയില്ലേ, എനിക്ക് നമ്മൾ തീർന്നു പോകില്ലേ? എനിക്ക് അതില് എന്താ പറയാ, നമുക്ക് ചില കമന്റ്സ് നമ്മൾ വല്ലാണ്ട് എനിക്ക് മക്കളുള്ളതാണല്ലോ, അപ്പം വേണ്ട, അവർക്ക് ഫ്യൂച്ചറിൽ ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോഴേക്കും സംഗി എന്ന് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല ഞാനതാ അങ്ങനെയാണല്ലോ പൊതുവെ ചിന്തിച്ചത്. ഇവിടെ പറയുന്നത്. അപ്പൊ അതിലൊരു മാറ്റം വരണല്ലോ. ഇപ്പൊ തന്നെ അദ്ദേഹം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വന്നിട്ടുണ്ടായ വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പോ ഈവൻ എന്തിനാ അദ്ദേഹത്തിന് ഇഷ്ടമാണെന്ന് പറയാൻ പോലും എനിക്ക് പേടിയായിരുന്നു. ഇപ്പോ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് എന്തായാലും അദ്ദേഹത്തിനെ കാണണം എന്നുള്ള ഒരു ധൈര്യം ഇപ്പൊ പറയണം എന്നുള്ളത് അല്ല വന്നിട്ടുണ്ട്. ഇത്തരം കമന്റുകൾ വന്നപ്പം സംഖ്യ കമന്റുകൾ, സംഖ്യ എന്ന് വിളിച്ച പിന്നെ കമന്റുകൾ എനിക്കൊരു ഭയങ്കര വിഷമമുണ്ടായ കാര്യം, ഒരു TV പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്ത സമയത്ത് എനിക്ക് അവിടെ ഒരു ഓഡീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഏതാ ചാനൽ എന്നോട് ചോദിക്കണ്ട, അപ്പോ ചോദിക്കരുത് പ്ലീസ്. അപ്പോ അതിൽ എനിക്ക് വന്ന ഒരു 2 ക്വസ്റ്റ്യനിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മോദിജിയെ കാണണം എന്നാണ് ഞാൻ അവിടെ അതിൽ ആൻസർ. പറഞ്ഞിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് അവർ ചോദിച്ചു നിങ്ങളുടെ ലൈഫിൽ നടക്കാത്ത സ്വപ്നം എന്താണ്. അവിടെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് കാണണം, മോദിജിയെ കാണണം, അത് ഇതുവരെ സാധിച്ചിട്ടില്ല, അതാണ് എൻ്റെ നടക്കാത്ത സ്വപ്നം എന്ന് വീണ്ടും ഞാൻ അവിടെ. പിന്നെ ഞാൻ അറിയുന്നത് ആ പ്രോഗ്രാമിൽ നിന്ന് എന്നെ റിജക്ട് ചെയ്തു എന്നാണ്. മേ ബി അതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. അല്ല അവരുടെ 2 പ്രോഗ്രാമിലാണോ ഇത് പറഞ്ഞത്? ആ ഒറ്റ ചാനലിലെ 2 അവരുടെ ആ പ്രോഗ്രാമിന്റെ ഓഡീഷനിങ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ആ ചാനലിൽ നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പല ഇഷ്യൂസ് കോൺട്രവേഴ്സി നടക്കുന്ന ഒരു ചാനലാണ്. അപ്പൊ ആ ചാനലിലാണ് ഈ ഒരു ഓഡീഷൻ ടൈമിൽ പോയ സമയത്ത് നമുക്ക് ഒരു ബുക്ക് ലീഫ് തരും, നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, നമ്മളതിൽ ആൻസർ ചെയ്യണം. അപ്പൊ മെയിനായിട്ട് ഞാൻ അതിൽ നിറയെ മോദി എന്നുള്ള ഒരു ഇതാണ് എഴുതിയത്. അല്ലാതെ ഞാൻ അതിൽ ആക്ച്വലി ഒരു പൊളിറ്റിക്കുമായി ഒരു ബന്ധമുള്ള ആളല്ല എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് മാറ്റി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിളിച്ചു 2-3 ടൈംസ് അവർ അത്ര ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ വിളിച്ചതിന് ശേഷം ഏകദേശം നമ്മൾ സെലക്ട് ആയി എന്ന് കണ്ടതിന് ശേഷമാണ് ഈ ഒരു ആൻസറിൽ ഞാൻ റിജക്റ്റ് ആയി പോകുന്നത്. അതെനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമായിരുന്നു. അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഞാനതിങ്ങനെ എൻ്റെ മനസ്സിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ആ പ്രോഗ്രാം ഇന്ന് മാറ്റി നിർത്തി. മേ ബി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ആയിരുന്നു അതിൽ എഴുതിയിട്ടുള്ള ആൻസർ. എൻ്റെ നടക്കാത്ത സ്വപ്നം അദ്ദേഹം കാണാൻ പറ്റിയില്ല എന്നുള്ളതും എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ വിഷ് അദ്ദേഹത്തെ കാണണം എന്നുള്ളതായിരുന്നു. അതായിരിക്കാം മേ ബി, എനിക്കറിയില്ല. അപ്പോൾ റിജക്റ്റ് ചെയ്യാൻ ഇതാണ് കാരണം എന്ന് ഒരിക്കലും അവർ പറയില്ലല്ലോ. പക്ഷേ ഏകദേശം ഒരു 90% സെലക്ട് ആയിട്ട് നമ്മൾ നമ്പർ തപ്പിയെടുത്ത് നമ്മളെ വിളിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ചെന്ന് ഓഡീഷനിൽ പിന്നെ നമ്മൾ റിജക്റ്റ് ആയി എന്ന് പറയുമ്പോൾ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? അത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അല്ലേ? അതെ, അതൊരു പൊളിറ്റിക്കലി ആയിട്ടുള്ള ഒരു ചാനലാണത്, റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനലാണ്, അതായിരിക്കാം എന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. ഇത്രയൊക്കെ പറഞ്ഞ പേരും പറയാൻ പറ്റില്ല. അടിയിൽ കമന്റ് വന്നിട്ട് ആ ചാനലിലെ പേര് പറയുന്നത് പറഞ്ഞു പോയാൽ പോരെ? എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? ഞാന് പ്രഷർ കാണുമ്പോ തന്നെ പേരുകൾ പലതും എഴുതും. എത്രയും ചാനലുണ്ട്, എല്ലാവരും മുൾമുന്നിൽ നിർത്തേണ്ട കാര്യമില്ല നമുക്ക്. അങ്ങനെ അതുകൊണ്ട് ഞാൻ പറഞ്ഞോളൂ, ഇഷ്ടമുണ്ടെങ്കിൽ പറയാം, ഇഷ്ടമില്ലെങ്കിൽ പറയണ്ട. നമ്മൾ നിർബന്ധിച്ച് പറയിപ്പിക്കുന്നൊന്നുമില്ല. പ്രേക്ഷകർ അതിനുള്ള കഴിവുള്ളവരാണ്, പ്രേക്ഷകർക്ക് തിരിച്ചറിയാൻ കഴിവുള്ള പക്ഷെ പ്രേക്ഷകർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അതുകൊണ്ടായിരിക്കാം ഞാൻ ഇത്ര ഡെസ്പായിട്ടുണ്ടാവുക. നമുക്ക് ഭയങ്കര ഷോക്കായി അത് റിജക്റ്റ് ആയി എന്ന് പറഞ്ഞപ്പോൾ. അപ്പം ഞാൻ കുറെ ആലോചിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതേണ്ടിയിരുന്നില്ല. കാരണം പിന്നീട് അറിയണത് ഈ ചാനൽ ഒരു പൊളിറ്റിക്കൽ ഇതിൽ പോകുന്ന ഒരു ചാനലാണെന്ന് ഞാൻ പിന്നീട് മനസ്സിലായി. അപ്പം എന്നോട് കുറെ പേര് പറഞ്ഞു എന്തിനാ അങ്ങനെ എഴുതാൻ പോയി, വല്ല കാര്യം ഉണ്ടായിരുന്നോ? എൻ്റെ മനസ്സിന്റെ ആഗ്രഹമല്ല ഞാൻ എഴുതിയത്, എന്താ അതിൽ തെറ്റ്? അല്ല അതിൽ തെറ്റൊന്നുമില്ല, നമ്മുടെ ആഗ്രഹങ്ങൾ പറയാനല്ല അവർ പറഞ്ഞിരിക്കുന്നത്. കിട്ടിയതിൽ അന്ന് സജ്ന സലീം, ഒരു കൃഷ്ണന്റെ പിക്ക് വരക്കുന്ന ലേഡി ഉണ്ടല്ലോ, അവരും ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ അവരും എന്നോട് പറഞ്ഞൊരു കാര്യം തന്നെയാണ്, നമുക്ക് നമ്മുടെ ഇഷ്ടമാണ്, അത് ബോൾഡായിട്ട് തന്നെ പറയാം ആയിഷ, അത് നമ്മൾ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. നമുക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ബോൾഡായി പറയാം, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ളത്. അവര് ഭയങ്കര ബോൾഡാണ്, എനിക്കത്ര ബോൾഡാവാൻ ഇപ്പോഴും ഞാൻ ആയിട്ടില്ല. ഇപ്പോഴും ആയിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത്. ആയിട്ടില്ല. ഇപ്പൊ ഇന്നലെ കൂടി ആളുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. ആൾക്ക് ആഗ്രഹം സാധിച്ചു, മോദിജീനെ കാണാൻ പറ്റി, ചിത്രം കൊടുക്കാൻ പറ്റി, ഞങ്ങൾ സംസാരിച്ചിരുന്നു ഫോണില്. അപ്പോൾ അത് പിന്നീട് ആളുടെ കുട്ടിക്ക് മദ്രസയിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ, മദ്രസയിൽ ഇന്ന ആളുടെ കുട്ടിയാണ് എന്നറിഞ്ഞത് കൊണ്ട് അങ്ങനെ ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്ക് അടി മദ്രസയുടെ ഉസ്താദ് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്, സജനയുടെ മോനാന്ന് അറിഞ്ഞ കാരണം കൊണ്ട്.
ഇത്രത്തെ ചിന്താഗതിക്കാർ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അവളത് ഭയങ്കര വിഷമമായിട്ട് അത് പറയുന്നുണ്ട്. അപ്പോ അങ്ങനൊക്കെ പറയണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലോകത്തിനോട് വിളിച്ച് പറയാണ്ട്. പക്ഷെ ആളുടെ അത്ര ബോൾഡ് അല്ല ഞാൻ. ഒത്തിരി അനുഭവിച്ചിട്ടുണ്ടല്ലേ? ആളുടെ അത്ര ബോൾഡ് അല്ല, അതാണ്. അനുഭവങ്ങൾ ഒത്തിരിയാണ്. അതെ അതെ അതെ. ഇപ്പൊ ഹാപ്പി അല്ലേ? ഇപ്പൊ ഹാപ്പിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ ഞാനും ചിന്തിച്ചു എന്തുകൊണ്ട് നമ്മുടെ ഒരു ഇഷ്ടം പറഞ്ഞാൽ എന്താ തെറ്റ് എന്നുള്ള ഒരു എടി എന്ന് വിളിച്ചാൽ തിരിച്ചെടാന്ന് വിളിക്കാനുള്ള തൻ്റെ ഇടമായോ? ആയിക്കൊണ്ടിരിക്കണം. ആയിട്ടില്ല. ആയിക്കൊണ്ടിരിക്കുന്നു.